ചെവിയിൽ പറയപ്പെട്ടു, നൗഷാദ് വിവാഹിതനല്ല, നൗഷാദ് കല്യാണം കഴിച്ചിട്ടില്ല. എന്തിനാടാ നീ കല്യാണം കഴിക്കാത്തതെന്ന് നൗഷാദിനോട് ചോദിക്കുമ്പോൾ നൗഷാദിന്റെ മറുപടി, എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, എന്റെ നിക്കാഹിന് കാർമ്മികത്വം വഹിക്കേണ്ടത് ഇന്ത്യൻ മുസൽമാന്റെ ആധികാരിക ശബ്ദമായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. റബ്ബേ, ആ ചെറുപ്പക്കാരന്റെ സ്വർഗീയ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയല്ല നമ്മൾ പുതുമണവാളനായി കഴിയേണ്ടത്. പെങ്ങളെ, ഇവിടെയല്ലടി നമ്മൾ പുതുമണവാട്ടിയായി കഴിയേണ്ടത്. നൗഷാദ് ജീവിതകാലത്ത് ഒരു പുതുമണവാളാകാൻ നൗഷാദിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നൗഷാദിന് അല്ലാഹു തആല സ്വർഗീയ ലോകത്താണത് നീട്ടിവെച്ചിട്ടുള്ളെങ്കിൽ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, വിവാഹിതരായവരോട് വിവാഹിതരാകാത്തവരോട് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത്, നൗഷാദ് മരിച്ചു കിടക്കുന്ന സമയത്ത് പുതുമണവാളനെ പോലെയാ നൗഷാദ് കിടക്കുന്നത്. ഈ എൻസി റോഡിലും ദാറുൽ അശ്അരിയയുടെ തിരുമുറ്റത്തു സുരിബൈലിന്റെ പാർശ്വഭാഗത്ത് പല പ്രാവശ്യം വന്ന് വാള് പറഞ്ഞവനാ ഈ വിനീതനായ ഞാൻ. പക്ഷേ നൗഷാദിനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ വേദിയിൽ അശ്അരിയ സഖാഫി ഉസ്താദ് നൗഷാദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൗഷാദിനെ ഒന്ന് കാണണമെന്ന പൂതിയുണ്ടായി. തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദിനോട് ചോദിച്ചു, നൗഷാദിന്റെ ഫോട്ടോയുണ്ടോ? ഞാനതാ ഫോട്ടോ ഒന്നിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ കറുത്ത നിറമുള്ളൊരു ചെറുപ്പക്കാരനാണ് നൗഷാദ്. പക്ഷേ പലരും പറഞ്ഞത് ഞാൻ കേട്ടു, നിറം കറുത്ത ചെറുപ്പക്കാരനാണ് നൗഷാദെങ്കിലും നൗഷാദ് മരിച്ചു കിടക്കുന്ന സമയത്ത് നല്ല പ്രശോഭിതമായ മുഖത്തോടെയാണ് നൗഷാദ് മരിച്ചു കിടക്കുന്നത്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിച്ചു? നൗഷാദ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സയ്യിദല്ലല്ലോ. നൗഷാദ് ഒരു ആലിമല്ല, നൗഷാദ് ഒരു മുദർരിസല്ല, നൗഷാദ് എന്നെ പോലെ വാള് പറയുന്നൊരു മുസ്ലിയാരല്ല. നൗഷാദ് ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. പക്ഷേ നൗഷാദിന്റെ ജീവിതത്തിൽ എന്നെ പോലോത്തവർക്ക് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് നൗഷാദിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അശ്അരിയ സഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ 2 വർഷത്തിനിടയിൽ അശ്അരിയയിൽ വെള്ളിയാഴ്ച ദിവസം